ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് ഇട്ട ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമുക്കാണെങ്കിൽ ന്യൂ പ്രൊജക്റ്റ്, നമുക്ക് എങ്ങനെ അഡോബ് പ്രീമിയറിൽ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം. അഡോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രൊഫഷണലായിട്ട് മിക്ക ആൾക്കാർ യൂട്യൂബേഴ്സ് ഗെയിമിങ്ങിനായാലും അല്ലാതെ കണ്ടൻറ് ക്രിയേഷനിലായാലും സ്ട്രീമിങ് ചെയ്തിട്ടായാലും എന്തിനായാലും അഡോബ് ചില ആൾക്കാർ യൂസ് ചെയ്യും. മെയിനായിട്ട് പ്രൊഫഷണൽ ആൾക്കാരാണ് ഈ അഡോബ് യൂസ് ചെയ്യുന്നത്, ഗെയിമിങ്ങിനായാലും എന്തൊരു പർപ്പസിനായാലും. അപ്പം നമ്മൾ പറഞ്ഞു തരാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെ നമുക്ക് അഡോബിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ലാഗ് അടിക്കാത്ത വീഡിയോസിൽ പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ പോകുമ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും പറഞ്ഞാൽ ഹലോ അഗെയിൻ, ഹാവ് എ ഗ്രേറ്റ് ഡേ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കണ്ടോ പേരുകൾ, ഗെയിമിങ്, OBS സ്റ്റുഡിയോ, ട്യൂട്ടോറിയൽ, യൂണിറ്റ് OBS, JKGT, യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞില്ല, ഞാൻ കുറേ കാര്യങ്ങൾ ഇട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കിടക്കല്ലേ. അതെന്ന് പറഞ്ഞാൽ ഞാൻ യൂണിറ്റിൽ പേര് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഗെയിമിംഗ് എന്നാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു വീഡിയോയുടെ പേര്. അപ്പോൾ ആ വീഡിയോ എനിക്ക് ഓപ്പൺ ആവണം. അതിന് പകരം നിങ്ങളിപ്പോൾ ന്യൂ പ്രൊജക്റ്റാണ് കൊടുക്കണമെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് ആയിരിക്കും പറയണത്. ഇപ്പം നോക്കിക്കോ, ഫസ്റ്റ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് തന്നെ ഒരു പേര് വേണം. ഇപ്പം ഞാൻ ഇവിടെ നെയിം ഇല്ല എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, നെയിം ഇല്ല. ഓക്കെ, നെയിം ഇല്ല എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷൻ നമ്മൾ കൊടുക്കണം. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഈ ഫയൽ നമ്മൾ ചെയ്ത് എക്സ്പോർട്ട് ആക്കിയിട്ട് എവിടെയാണ് നമുക്ക് ഈ ഫയൽ വരേണ്ടത്, അതായത് നമ്മളെ ഫയൽ എക്സ്പ്ലോററിൽ ഏത് ഫയലിലായിട്ടാണ് ഈ ഫയൽ വരേണ്ടത്. അപ്പോൾ അത് നമ്മൾ ലൊക്കേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഈ ബ്രൗസറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബ്രൗസറിൽ ചെയ്യുമ്പോൾ അഫ്കോഴ്സ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നമ്മൾ ആ ഫയൽ എക്സ്പ്ലോറർ തുറക്കും. അത് കഴിഞ്ഞ് വീഡിയോസിൽ പോവാം. ഇപ്പം ഞാൻ ക്യാപ്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ സെലക്ട് ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നോ മാച്ച് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് സെലക്ട് ഫോൾഡർ കൊടുത്താൽ മതി. ഓക്കെ കൊടുത്ത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എഡിറ്റ് ചെയ്ത വീഡിയോ ഇടുമ്പം എവിടെയായിരിക്കും വരണത്? നേരെ വരണത് ആ ഫോൾഡർ ആയിരിക്കും, നമ്മൾ സെലക്ട് ചെയ്ത ലൊക്കേഷനിലായിരിക്കും ആ ഫോൾഡർ വരണത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എഫക്റ്റിലാണ് കിടക്കണം, നമ്മൾ എഡിറ്റിങ്ങിലോട്ടാക്കണം. എഡിറ്റിംഗ് ആണ് മെയിനായിട്ട് നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ എഡിറ്റ് ചെയ്താലും വേണ്ടതാണ് എഡിറ്റിങ്. ഈ അഡോബിൽ കയറി എഡിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വേണ്ട ഒരു ഓപ്ഷനാണ് ഈ എഡിറ്റിങ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഡിറ്റിംഗ് ആണ്. അതായത് നമ്മുടെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ സോഴ്സസ് ഇടാനും, പിന്നെ നമ്മളാണെങ്കിൽ അല്ലാതെ നമുക്ക് സോഴ്സസ് ക്രിയേറ്റ് ചെയ്ത് കട്ട്, ക്രോപ്പ്, സ്പ്ലിറ്റ്, നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എടുത്ത് കളയാനും കാര്യങ്ങളുമാണ് ഈ എഡിറ്റിംഗ് യൂസ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഈ കളർ എഫക്റ്റിലൊക്കെ പോകുമ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിട്ട് വേണം. അപ്പോൾ ഈ മണ്ടയിൽ ഈ എഡിറ്റിംഗ്, ആഡിയോ, ക്യാപ്ഷൻ, ലൈബ്രറീസ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും കണ്ടില്ല. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ പാനിക്കാവും. അറിഞ്ഞൂടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ പാനിക്കാവും, ഉറപ്പായിട്ട് പാനിക്കായിട്ട് ഇതിൻ്റെ ഒരു എററാണ് അങ്ങനെ വല്ലതും മനസ്സിലായി നിങ്ങളാണെങ്കിൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇതുപോലെ നിങ്ങൾ എടുക്കുമ്പോൾ വന്നില്ല, വീണ്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ മടുക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നിങ്ങൾ വിൻഡോസിലൊന്ന് പോവുക, വർക്ക് സ്പേസ് തിരഞ്ഞെടുക്കുക. വർക്ക് സ്പേസ് ഇങ്ങനെ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ താഴെ കളറിങ്, എഡിറ്റിംഗ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് കൊടുത്താൽ നിങ്ങൾക്ക് നേരെ നിങ്ങൾ എഡിറ്റിങ്ങിൽ പോകും. ഇപ്പോൾ കണ്ട എഡിറ്റിങ്ങിലോട്ട് എത്തി ഞാൻ. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങളെ പണ്ടത്തെ അതായത് നിങ്ങൾക്ക് നേരത്തെ കിടന്ന വർക്ക് സ്പേസ് തന്നെ നിങ്ങൾക്ക് ഒന്ന് റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ടു സേവ്ഡ് ലേഔട്ട്. ഓക്കെ, അതായത് നിങ്ങളെ ലേഔട്ട് എങ്ങനെയാണ് ഇരുന്നത് അതുപോലെ, അല്ലാതെ ചുമ്മാ വർക്ക് സ്പേസിൽ പോയി അങ്ങനെ ടൈം കളയാൻ നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾക്കാണെങ്കിൽ നേരെ ഇതുപോലെ ഇപ്പം ഞാൻ കാണിക്കില്ലേ അതുപോലെ തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ നേരെ വർക്ക് സ്പേസിൽ പോകണം. എന്നിട്ട് അവിടെ താഴോട്ടാക്കുമ്പോൾ സേവ് ദി ലേഔട്ട്, റീസെറ്റ് ദി ലേഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്താൽ നിങ്ങൾ ലേഔട്ട് എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ തന്നെയാവും. ഓക്കെ, ഇനി നമുക്ക് മെയിൻ കാര്യങ്ങളിൽ പോകാം. ഈ വീഡിയോ ബേസിക് ആയിരിക്കും, ബാക്കി കളർ, എഫക്റ്റ് അതൊക്കെ ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിലായിരിക്കും പറയുന്നത്. ഇപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകണം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമ്പോർട്ട് മീഡിയ ടു സ്റ്റാർട്ട്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം, ഒരു മീഡിയ ഫയൽ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഫയൽ എക്സ്പോർട്ടർ ഓപ്പൺ ആകുക. ആവശ്യത്തിനൊന്ന് ജസ്റ്റ് മിനിമൈസ് ചെയ്തിട്ട് ആവശ്യത്തിന് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ടൊരു വീഡിയോ ഇപ്പം ഞാൻ ഈ വീഡിയോ ഡ്രാഗ് ചെയ്ത് വലിച്ച് ഇടാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോ ഫോമിലായിട്ടുണ്ട്. ഓക്കെ,
വീഡിയോ ഫോമിലായിട്ടുണ്ട്. ഇനി ഈ വീഡിയോ നമ്മൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തതാ ഇവിടെ ഇമ്പോർട്ട് ആവും. ഇവിടെ എന്താണ് ഇമ്പോർട്ട് ആവുന്നത്? ഇവിടെ ഇമ്പോർട്ട് ആവണേന്ന് പറഞ്ഞതാ കണ്ട, നിങ്ങളെ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് വേണം, കട്ട് ചെയ്യണോ, ക്രോപ്പ് ചെയ്യണോ, മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വെച്ച് കട്ട് ചെയ്യണം, എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, അത് ഇവിടെ ഈ ഡ്രോപ്പ് മീഡിയ ടു ക്രിയേറ്റ് സ്വീക്വൻസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. അവിടെയാണ് നിങ്ങൾക്ക് ഈ എഡിറ്റിംഗ് വരുന്നത്. അപ്പോൾ ഇതാ നിങ്ങളാണെങ്കിൽ ഈ ജസ്റ്റ് ഒരു ഭാഗം കണ്ട, ഈ ഭാഗമാണ് നമുക്ക് മാർക്ക്, ക്രോപ്പ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം എനിക്ക് തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വേണ്ട, അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ അങ്ങനെ ഇട്ടിരിക്കുന്നത്. സോറി ഗൈസ്, ഇവിടെ കുറച്ച് വെളിച്ചം കുറവാണ്, അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ലൈറ്റ് ഇടാം. ഓക്കെ, ഇപ്പം വെളിച്ചം കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, നേരെ കാര്യത്തിൽ കിടക്കാം. അപ്പോൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടുത്തെ താഴെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ സീക്വൻസില്ലേ, ക്രിയേറ്റ് എ വീഡിയോ ടു സീക്വൻസിലോട്ട് പോവുക. ഓക്കെ, നമ്മൾ പോയിട്ടുണ്ട്. ഇനി നിങ്ങൾ ജസ്റ്റ് പ്ലേ കൊടുക്കണം. പ്ലേ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അതായത് എങ്ങനെ നമുക്ക് ചെയ്യാം, എത്രത്തോളം നമുക്ക് വേണം, അല്ലെങ്കിൽ ഇത്ര വെച്ച് കട്ട് ചെയ്യണോ, ക്രോപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കണോ, അതൊക്കെ നിങ്ങൾ ഇത് വെച്ചാണ് അറിയണത്. ജസ്റ്റ് ഒന്ന് ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങൾ അതേപോലെ തന്നെ വരണുണ്ട്. കണ്ടോ അതേപോലെ തന്നെ വരണം. ഇപ്പോൾ സൗണ്ട് കുറവായതുകൊണ്ടാണ് ഇത് കേൾക്കാത്തത്. ഞാൻ വോയിസ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കേൾക്കാത്തത്. കണ്ടോ, ഇത് ഞാൻ OBS സ്റ്റുഡിയോ നിങ്ങൾക്ക് കണ്ടവർക്കറിയാം. എൻ്റെ വീഡിയോ OBS സ്റ്റുഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. കണ്ടോ, അപ്പോൾ അത് പ്ലേ ആയി. ഇപ്പം ഞാൻ കണ്ടോ ഇവിടെ ഒരു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇൻ്റർഫേസ് കൊടുത്തിട്ടുണ്ട്. അഡോബ് സ്പോട്സ് എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ക്യാപ്ഷൻ പോലെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ഇനി മെയിൻ നമുക്ക് എത്രത്തോളം കട്ട് ചെയ്യണം, ഇനി എത്രത്തോളം നമുക്ക് വേണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം വിചാരിച്ചതാ ഇവിടെ ലാസ്റ്റ് എത്തിയേ, എനിക്ക് ഇത്രയും ഭാഗം വേണ്ട, ഈ ഒരു തുമ്പ് എനിക്ക് വേണ്ട എന്ന് വിചാരിച്ചോ. എന്നാൽ എനിക്ക് ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സി അടിക്കുക. ഷോർട്ട് കട്ടാണ് സി അടിച്ച് നേരെ ഇവിടെ കൊണ്ടുപോയിട്ടതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ അവിടെ പോവുക, ലൈറ്റ് സെലക്ട് ചെയ്യുക, ഇങ്ങനെ ഒരു നമ്മൾ ക്ലിക്ക് ചെയ്യുക, അത് കട്ടായിട്ടുണ്ട്. ഇനി എന്താ വി അടിച്ച് കഴിഞ്ഞാൽ സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് വി. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം വോയിസും അതിൻ്റെ മണ്ടയിൽ നമ്മളെ ഫേസ് ക്ലിപ്പ് അല്ലെങ്കിൽ ഫേസ് ക്യാം ക്ലിപ്പ് അല്ലെങ്കിൽ ഗെയിം പ്ലേ ക്ലിപ്സ് വരും. സെലക്ട് ആയി, ഞാൻ സെലക്ട്. എന്നിട്ട് ജസ്റ്റ് ഈ ഡിലീറ്റിലോട്ടൊന്ന് കൊടുത്താൽ അത് അവിടെ നിന്ന് പോയി ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി മെയിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ താഴെ മൈക്കിൻ്റെ ഇതുണ്ടോ, മൈക്ക്. ഈ മൈക്ക് എന്തിനാന്ന് പറഞ്ഞാൽ ഇപ്പം വിചാരിച്ചു ഞാൻ ഒരു ഗെയിം പ്ലേ വീഡിയോ ആണ് ഇട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തെന്ന് വിചാരിച്ചു. അതിൽ നിങ്ങൾ സ്പീക്ക് ചെയ്യുകയല്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്പീക്ക് ചെയ്ത് അത് കുളമായി അത് പോയി. അപ്പം നിങ്ങൾക്ക് ഒന്ന് തന്നെ അതിന് വോയിസ് ഓവർ കൊടുക്കണം. അല്ലാതെ ചുമ്മാ നിങ്ങൾ ആ രണ്ടാമത് പോയി ആ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് അതിൽ വോയിസ് കറക്റ്റ് ആയില്ല, ആ വോയിസ് മ്യൂട്ട് ചെയ്യണം. വോയിസ് എടുത്ത് മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വേറെ വോയിസ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് എഡിറ്റ് ചെയ്ത് AI ആക്കണം. അങ്ങനെ വല്ലതും ചെയ്യണമെങ്കിൽ ഇതാ ജസ്റ്റ് നിങ്ങളിതാ ഇവിടെ കണ്ടു. ഇപ്പം എനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതെ കണ്ടത്. ഈ വോയിസ് ഓവർ റെക്കോർഡ് എന്ന് പറഞ്ഞ ഇതിൽ കൊടുക്കുമ്പം അവിടെ ഒരു ഇപ്പം ഞാൻ താഴെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തതാ ഇങ്ങനെ ടൈം വന്നിട്ട് ഇതാ നമുക്ക് റെക്കോർഡ് ചെയ്യാം. മൈക്ക് വഴി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം സെറ്റാവും. ഇനി നമുക്ക് റെക്കോർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തത് വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക, അത് പോയി. അത് നിങ്ങൾക്ക് അതുപോലെ വല്ലതും ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വോയിസ് ഓവർ കൊടുത്താൽ മതി. ഈ വോയിസ് ഓവർ ഇപ്പം ഞാൻ താഴത്തെ ട്രാക്കിലാണ് കൊടുത്തത്. ഇപ്പം ഈ മണ്ടയിലത്തെ ട്രാക്ക് ഇപ്പം ഞാൻ എൻ്റെ വോയിസ് എടുക്കണം, നിങ്ങൾ കണ്ടല്ലോ. അത് ഈ A1 എന്ന് പറഞ്ഞിരിക്കണം വോയിസ്. A1 A2 A3 ആ 3 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ വോയിസ് വരുന്ന സ്റ്റെപ്സാണ്. അതായത് ഇപ്പം 2-3 ട്രാക്ക് ഉണ്ട് വോയിസിൻ്റെ. ആ ഒരു ട്രാക്കാണ് നമ്മുടെ A1 A2 A3. ഇനി V1 V2 V3 അത് തലയിലിന്നാണ് വരണത്, താഴെന്നാണ് V1 V2 V3 എന്ന് പറയണത്. ആ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വോയിസ് അല്ലാതെ നമ്മുടെ വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ക്യാം ക്ലിപ്സ് ഒക്കെയാണ് മണ്ടയിൽ V1 V2 V3 വരണം. എ പറയണത് നിങ്ങൾ സിമ്പിളായിട്ട് ജസ്റ്റ് മാനുഫാക്ചർ ചെയ്താൽ മതി. മൈക്കിൻ്റെ പടം വരണം അവിടെ നിങ്ങളാണെങ്കിൽ ഈ വീഡിയോ ഇടാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾ തെറ്റിപ്പോയി അങ്ങോട്ടും കൂടി മാറിയിട്ട് ഇപ്പം നിങ്ങൾ വീഡിയോ ക്ലിപ്പ് എടുത്ത് മൈക്ക് സോഴ്സിലോട്ട് ഇങ്ങനെ ഇടാൻ പറ്റി അവിടെ ഇടാൻ പറ്റൂലെന്ന് കാണിക്കും. അപ്പോൾ അത് മനസ്സിലാവും നിങ്ങൾക്ക്. മൈക്കിൻ്റെ അവിടെ ഇപ്പം ഞാൻ നേരത്തെ ഇപ്പം റെക്കോർഡ് ചെയ്യാൻ കാണിച്ചില്ലേ, അത് സെക്കൻഡ് ട്രാക്കാണ്. ഇപ്പം എനിക്ക് ഇപ്പം ആ സെക്കൻഡ് ട്രാക്ക് ചെയ്തിട്ട് കാര്യമില്ല.
പിന്നെ മണ്ടയിലുള്ള ട്രാക്ക് കണ്ട ഇപ്പം ഞാൻ വോയിസ് ഇട്ടിക്കണം അവിടെ ഈ മ്യൂട്ട് ഒന്ന് കൊടുക്കണം. മ്യൂട്ട് ട്രാക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ സൗണ്ട് ഒന്നും കേൾക്കില്ല. എത്ര നമ്മൾ ചെയ്താലും മ്യൂട്ട് ട്രാക്ക് കൊടുത്താൽ നമ്മൾ സൗണ്ട് കേൾക്കില്ല. അപ്പം നമുക്ക് എന്തൊരു വോയിസ് നമുക്ക് സുഖമായിട്ട് വോയിസ് ഓവർ ചെയ്യാം. ജസ്റ്റ് ഇതുപോലെ ചെറിയൊരു മൈക്കായാലും മതി. നമുക്ക് വോയിസ് ഓവർ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം എനിക്ക് മ്യൂട്ട് ട്രാക്ക് വേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ മ്യൂട്ട് ട്രാക്ക് മാറ്റി. ഓക്കെ, ഇനി സോളോ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്രാക്ക്, അതായത് 2 വോയിസ് കയറി വന്നാൽ ഒരു ട്രാക്കായിട്ട് വരാനാണ്. ഇപ്പം നമുക്ക് ഒരു വോയിസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത് കൊടുക്കാത്തത്. ഓക്കെ, ഇനി നമുക്ക് വേറെ കാര്യങ്ങളിലോട്ട് പോവാം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഈ ഒരു ക്യാപ്ഷൻ നിങ്ങൾ ആലോചിക്കും. ഞാൻ ഈ അഡോബ് ആദ്യം തുടങ്ങാൻ സമയത്ത് എന്തിനാണ് വിചാരിച്ചത്, ഇത് ഭയങ്കര ടഫാണ്, ടഫേറിയ ഒരു കാര്യമാണ്, ഭയങ്കര പാടാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഭയങ്കര എളുപ്പമാണെന്ന്. ഏറ്റവും വലിയ എളുപ്പമാണ് ഈ അഡോബ് യൂസ് ചെയ്യണം. നിങ്ങൾ ഏത് കാര്യമായാലും ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, എല്ലാം കിട്ടും. ഓക്കെ, ഞാൻ നേരെ ലാഗ് അടിക്കാതെ വീഡിയോയിലോട്ട് പോവുകയാണ്. കണ്ട, അപ്പോൾ നമ്മളിതാ ഇതുപോലെ കുറച്ച് ക്യാപ്ഷൻസ് വരും. കണ്ട, ഇമേജ് ഹിയർ, ഇമേജ് ക്യാപ്ഷൻ ഹിയർ, ഇൻസേർട്ട് മൈ നെയിം, ടൈറ്റിൽ, പ്രസൻറ്റ്, ഇങ്ങനത്തെ കുറച്ച് ഇത് വരും. ഇതാണ് നമ്മളെ ക്യാപ്ഷൻസ്. അതായത് മീൻസ് നമ്മളാണെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പം നമുക്ക് വീഡിയോയിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമ്മിങ് അപ്പ് അങ്ങനെയൊക്കെ വരണത് ഈ ഒരു സ്ഥലത്ത് ഇതാണ്. ഓക്കെ ഗൈസ്, സോ വാട്സപ്പ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എടുത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഈ ഒരു ക്ലിപ്പിൻ്റെ അവിടെ ഞാൻ ഇടയണേ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അത് ജസ്റ്റ് ഓക്കെ അടിച്ച് വിടുക. ഓക്കെ അടിച്ച് വിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഈ ക്ലിപ്പ് എടുത്ത് സെലക്ട് ചെയ്തതാ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവരികയാണേ. കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടതാ ഞാൻ പ്ലേ ചെയ്തത്. ഇപ്പം നിങ്ങൾ നോക്കിയോ, കണ്ട ഞാൻ ചെയ്ത ഒരു ഓപ്ഷൻ വരുമ്പോൾ ഇപ്പം കണ്ട ഈ ഒരു ക്ലിപ്പ് കയറി വരും. കണ്ട, ഇനി ഈ ക്ലിപ്പ് നിങ്ങൾ ചെയ്തത് തെറ്റി അല്ലെങ്കിൽ ഇനി വേണ്ട, ഈ ക്ലിപ്പ് ബോറായി, നിങ്ങൾക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഡു ഇറ്റ് ഡിലീറ്റ്. ഇനി ബ്രൗസറിലോട്ട് പോവുക. ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കണ്ട, ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ള ഫയൽ കൊടുത്താൽ അത് ഞാൻ വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫയൽ എക്സ്പോർട്ടിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫയലാണെങ്കിൽ നമ്മളത് ജസ്റ്റ് ഇവിടെ ഇടുക. ആ ഇമേജിൽ നമ്മുടെ പേര് എന്ത് വേണോ നമുക്ക് കൊടുക്കാം. ഇനിയിപ്പം ഞാൻ വേറെ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, വേറൊരു കാര്യം, ഇവിടെ പ്ലേ കണ്ട, ലെഗ്യൂ പ്ലേ, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കുക. ലൈക്ക്, ക്യാപ്ഷൻ, കമ്മിങ് അപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കണ്ട, ഈ ഒരു ക്ലിപ്പാണ് ഞാൻ നിങ്ങൾക്ക് നോക്കി അറിയാം. ഇവിടെ കണ്ട ഇട്ടിക്കണം അഡോബ് സ്പോർട്സ് എന്ന് പറഞ്ഞൊരു സിബിനിക് സ്കോർസ് റിസൾട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തിനു വേണോ ചെയ്യാം എഡിറ്റിങ്ങിൽ. അപ്പം ഞാൻ പറഞ്ഞുതരാം. അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനാണെങ്കിൽ ഇൻസേർട്ട് യുവർ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ എടുത്ത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് ലാസ്റ്റ് ക്ലിപ്പിൽ ഞാൻ പ്ലേസ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓക്കെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഓക്കെ എടുത്തിട്ടുണ്ടല്ലേ. ഈ ക്ലിപ്പ് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുപോവുക. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ആക്കുക. അല്ലെങ്കിൽ എനിക്ക് ഇപ്പം നിങ്ങൾ കേട്ടോ ഈ ക്ലിപ്പ് വെച്ചിട്ട് ചെയ്യണം, അല്ലാതെ ഇവിടെ എനിക്ക് വേണ്ട. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വരും. നമ്മൾ അതിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവച്ചാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ജസ്റ്റ് അത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇത്ര ഇതിലോട്ടാക്കുക. എന്നാൽ അത് ഇവിടെ ആവും. എന്നിട്ട് ഇനി അറ്റത്തൊന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് കുറച്ച് മതിയെങ്കിൽ ഇവിടെ ഇത്ര ഭാഗം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ മണ്ടയിൽ ഒരു മഞ്ഞ വര ഉണ്ട്. അതായത് ട്രാക്കിൻ്റെ മണ്ടയിൽ ഇത് ഇത്ര ഭാഗമാണ് ട്രാക്ക് എന്ന് കാണിക്കാൻ വേണ്ടി, സൂചിപ്പിക്കാൻ വേണ്ടി ഒരു മഞ്ഞ ലൈനുണ്ട്. ആ മഞ്ഞ ലൈനിൽ നമ്മൾ എത്രത്തോളം ക്യാപ്ഷൻസ് ഇടോ അവിടെ എല്ലാം ചെറിയൊരു റെഡിഷ് കളർ വരും. കാരണം നമ്മൾ എത്രത്തോളം ക്യാപ്ഷൻസ് ഇട്ടെന്ന് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി. അല്ലെങ്കിൽ താഴത്തെ ക്യാപ്ഷൻ നമ്മൾ കണ്ടില്ല, മണ്ടയിൽ നോക്കിയാൽ മതി. ജസ്റ്റ് റെഡിഷ്, അതായത് ഇപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം നിങ്ങൾ കണ്ടോ ഈ ഒരു ട്രാക്കിൻ്റെ അവിടെ, അതായത് ഞാൻ ഇപ്പം നീല കളറുണ്ട്, ഇത് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഈ സെലക്ട് ചെയ്ത ട്രാക്കിൻ്റെ അവിടെ കണ്ട ഇവിടെ ഒരു റെഡിഷാണ്. ഇനി ഇത് ഞാൻ കുറച്ച് നീക്കി ലെന്താക്കിയാൽ കണ്ട അത്രയും ഭാഗം ആ ഒരു റെഡിഷ് കളർ നിലനിൽക്കും. ഇനി നിങ്ങൾക്ക് ഈ ട്രാക്കിൽ പേര് മാറ്റണം, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിൽ കൊണ്ടുവയ്ക്കണമെങ്കിൽ ഇത് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുവയ്ക്കാം. ഇപ്പോൾ എനിക്ക് ഇവിടെയാണ് വയ്ക്കാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണേ. അവിടെ വയ്ക്കാൻ സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ തന്നെ ഞാൻ വെച്ച്. ഇനി ഇവിടെ കണ്ട ഇത് അൽഫ ഗ്ലോയിങ്, മോസിയ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ ഈ സാധനം ഗ്ലോയിങ് അത് അൽഫ ഗ്ലോയിങ് അങ്ങനത്തെ കാര്യങ്ങൾ അത് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞു തന്നെ. ഇപ്പം ജസ്റ്റ് നിങ്ങളിതാ ഇതുപോലെ ഒരു ടൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കണ്ട
ഇനി നിങ്ങൾ ജസ്റ്റ് പ്ലേ കൊടുത്താലും ഇപ്പം എനിക്ക് ഇത്രയും മതിയേ. ഓക്കെ ഓക്കെ, ഇത് പ്ലേ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കിയോ, കണ്ടോ ആ ഭാഗത്ത് ഇപ്പം നോക്കിയോ. കണ്ടോ ഇൻസേർട്ട് നെയിം ടൈറ്റിൽ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിന് പേര് കൊടുക്കാം. അതിന് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ഇട്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ എൻ്റെ അടുത്ത വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ OBSൻ്റെ വീഡിയോ കണ്ടു നോക്ക്. അതിൽ OBS സ്റ്റുഡിയോ എങ്ങനെ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എഡിറ്റിങ്ങിൽ വരണം. ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്പോർട്ടാണ്. എക്സ്പോർട്ടിന് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് PC എഡിറ്റ് ഏത് സോഫ്റ്റ്വെയർ ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ടിൻ്റെ കാര്യം അറിയായിരിക്കും. ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കുക. ഇതേപോലത്തെ ഒരു കാര്യം വരും, എക്സ്പോർട്ട് ആവുള്ള ഓപ്ഷൻ വരും. ഈ ഓപ്ഷൻ എക്സ്പോർട്ടായിട്ട് നിങ്ങൾക്കൊരു ഫയൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ ജസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എവിടെയാണോ അത് എക്സ്പോർട്ട് ആവേണ്ടത് ആ ഭാഗത്തേക്ക് വരും. ഇപ്പം ഞാൻ ക്യാൻസൽ കൊടുക്കുകയാണ്, എനിക്ക് എക്സ്പോർട്ട് ആക്കണ്ട, ഞാൻ എക്സ്പോർട്ട് ആക്കിയ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാണ്, എന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇത്ര ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളതിൽ എത്തിക്കണമുണ്ട്, ഇത്രയും ട്യൂട്ടോറിയൽസ് വീഡിയോസ് എത്തിക്കണമുണ്ട്. എനിക്കാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് വലിയൊരു ഇതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ എൻ്റെ വീഡിയോയിൽ OBS സ്റ്റുഡിയോയുടെ ട്യൂട്ടോറിയൽ ഞാൻ ഇട്ടിട്ടുണ്ട്, വീഡിയോയിൽ പോയി നോക്കി അറിയാം. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് മറക്കാതെ ഒന്ന് കണ്ടേക്ക്. വ്യൂസും ലൈക്കും എല്ലാം കുറവാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മറക്കാതെ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ഷെയറും എല്ലാവർക്കും കൂടെ അയച്ചു കൊടുക്കുക. അപ്പോൾ